ഖലീഫ അബൂബക്കർ സിദ്ദിഖിനെക്കുറിച്ച് ഉമർ പറയുമ്പോഴെല്ലാം അദ്ദേഹം ഒരു കാര്യം പറയാറുണ്ടായിരുന്നു: അബൂബക്കർ നമ്മുടെ നേതാവിനെ മോചിപ്പിച്ച നേതാവാണ്. നമ്മുടെ നേതാവിനെ എന്നതുകൊണ്ട് ഉമർ ഉദ്ദേശിച്ച ബിലാൽ മഹാനായ വ്യക്തിത്വമായിരുന്നു. തവിട്ടുനിറമുള്ള, മെലിഞ്ഞ, നീണ്ട ഇടതിങ്ങിയ മുടിയുള്ള, ഇന്നേവരെ എവിടെ നിന്നും ഒരു നല്ല വാക്കുപോലും കേൾക്കാത്ത, എപ്പോഴും നമ്രശിരസ്കനാവാൻ മാത്രം വിധിക്കപ്പെട്ട ആ മനുഷ്യൻ ഞാനൊരു ആഫ്രിക്കക്കാരനാണ്, ഇന്നലെ വരെ ഞാനൊരു അടിമയായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. ഒരിക്കൽ മറ്റൊരാളുടെ അടിമയായിരുന്ന ആ ആഫ്രിക്കൻ വംശജൻ ആരായിരുന്നു? ബിലാൽ ഇബ്നു റബാഅ്, ദീനിന്റെ മുഅദ്ദിൻ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ എണ്ണം പറഞ്ഞ അത്ഭുതങ്ങളിലൊന്നാണ് ബിലാൽ. അദ്ദേഹത്തെക്കുറിച്ചറിയാത്തവരായി ആരുമില്ല. അബൂബക്കറിനെയും ഉമറിനെയും അറിയുന്നതുപോലെ രാജ്യദേശാതിർത്തികൾക്കപ്പുറം ഇസ്ലാം നിലനിൽക്കുന്ന കാലത്തോളം ബിലാലും സുപരിചിതനാണ്. തലമുറകളെത്ര കഴിഞ്ഞാലും കാലമെത്ര കൊഴിഞ്ഞാലും ആരാണ് ബിലാൽ എന്ന ചോദ്യത്തിന് ചെറിയ കുട്ടി പോലും പറയുന്ന ഒരുത്തരമുണ്ട്: പുണ്യറസൂലിന്റെ മുഅദ്ദിനാണ് ബിലാൽ. ആദർശപാതയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ യജമാനൻ കൂറ്റൻ പാറക്കല്ലെടുത്ത് നെഞ്ചിൽ വെച്ചപ്പോൾ അഹദ് അഹദ് എന്നുരുവിട്ടവനാണ് ബിലാൽ. ഇസ്ലാമില്ലായിരുന്നുവെങ്കിൽ ഈത്തപ്പനത്തോട്ടങ്ങളിൽ യജമാനന്റെ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന കേവലമൊരു അടിമയായി ആരോരുമറിയാതെ ഏതോ ഒരു സമയം മരണപ്പെട്ട് മറവിയുടെ ആഴങ്ങളിൽ ബിലാൽ മാഞ്ഞുപോകുമായിരുന്നു. ഇസ്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ നിർണായക വഴിത്തിരിവായിരുന്നു. മനുഷ്യകുലത്തിൽ വിജയം വരിച്ച എത്രയോ പേർ, പക്ഷേ അവരുടെ വിജയത്തിന്റെ പൊലിമ കറുത്ത ബിലാൽ നേടിയതിനോളം വരില്ലല്ലോ. ചരിത്രത്തിൽ ധീരരായ എത്രയോ പേർ, പക്ഷേ അവരാരും ബിലാലിനേക്കാൾ ധീരരല്ല. കറുകറുത്ത, താഴ്ന്നവനായ, ജനങ്ങളിൽ അധമനായിരുന്നയാൾ ദീനിലേക്ക് വന്നതോടെ അയാളുടെ നേരെയുള്ള എല്ലാ തൊട്ടുതീണ്ടലും മാറി. ഏറ്റവും ആദരണീയമായ സ്ഥാനത്ത് ബിലാലിനെ പരിശുദ്ധ ഇസ്ലാം പ്രതിഷ്ഠിച്ചു. ബിലാലിനെപ്പോലെ കറുത്തവർഗക്കാരനായ, പറയാൻ കുലമോ കുടുംബമോ ഇല്ലാത്ത, യജമാനനു വേണ്ടിയല്ലാതെ ജീവിതത്തിൽ ഒരെണ്ണ പോലും സ്വന്തമായി സമ്പാദിക്കാത്ത ഒരു അടിമ ജനങ്ങളുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു. പ്രവാചകനിൽ വിശ്വസിച്ച പലരും കൊതിച്ച ഇസ്ലാമിലെ ആദ്യ മുഅദ്ദിൻ എന്ന പദവിക്കർഹനാവുന്നു ബിലാൽ ഇബ്നു റബാഅ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അടിമകളായിരുന്നു. അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട, നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പോലുമില്ലാതിരുന്ന ഞെരുങ്ങിയ നാളുകളിലൂടെ കടന്നുവന്നവരാണ് ബിലാൽ. മക്കയിൽ പ്രവാചകൻ മുഹമ്മദിനെക്കുറിച്ചുള്ള സംസാരം ബിലാലിന്റെ കാതിലുമെത്തി. ആ വിവരം ഒരാൾ കൂടി അറിഞ്ഞിരുന്നു: ബിലാലിന്റെ യജമാനൻ ഉമയ്യത്ത് ബിൻ ഖലഫ്. ഏറെ അസ്വസ്ഥതയോടെയാണ് ഉമയ്യത്ത് മുഹമ്മദിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ പ്രവാചകനെക്കുറിച്ചുള്ള വിവരണം കേട്ട ബിലാലിൽ പുതിയ മതത്തെപ്പറ്റി വല്ലാത്ത ഒരുതരം അനുഭൂതിയുളവാക്കി. ഉമയ്യത്തിന്റെയും കൂട്ടാളികളുടെയും ആശങ്ക ജനിപ്പിക്കുന്ന സംസാരങ്ങൾക്കിടയിലും ബിലാൽ കേട്ടത് പ്രവാചകനെക്കുറിച്ചുള്ള മഹത്വവും അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വസ്തതയുമായിരുന്നു. അതെ, പ്രവാചകൻ മുഹമ്മദ് കൊണ്ടുവന്നതിനെ ചൊല്ലി ശത്രുക്കൾ പരിഭ്രാന്തരാവാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും അവർ മുഹമ്മദിന്റെ വിശ്വസ്തതയെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടുന്നിന്റെ സ്വഭാവശൈലിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മതയുമെല്ലാം അവർ അംഗീകരിക്കുന്നുമുണ്ട്. പ്രവാചകൻ മുഹമ്മദിനോടുള്ള അവരുടെ കുടിപ്പകയുടെ കാരണങ്ങൾ ഇത്രയുമാണ്: പ്രപിതാക്കളുടെ മതത്തോടുള്ള അവരുടെ കൂറാണ് ഒന്നാമത്തേത്. 2. ഖുറൈശികളുടെ അപ്രമാദിത്വത്തോടുള്ള ഭയം. അതായത്, അറബ് ഉപദ്വീപിലെ വിഗ്രഹക്കച്ചവടം നിയന്ത്രിച്ചവർ എന്ന നിലക്ക് ഖുറൈശികൾക്ക് ആ പ്രദേശത്ത് ഒരു പൊതുസ്വീകാര്യത ലഭിച്ചിരുന്നു. പ്രവാചകനോടുള്ള അരിശത്തിന്റെ മൂന്നാമത്തെ കാരണം യഥാർത്ഥത്തിൽ പ്രവാചകനോട് എന്നതിനേക്കാൾ ബനൂ ഹാഷിം കുടുംബത്തോടായിരുന്നു അവരുടെ കലിപ്പ്. എന്തെന്നാൽ അവരിൽ നിന്നാണല്ലോ ഒരു പ്രവാചകനുണ്ടായത്. അങ്ങനെയൊരിക്കൽ ബിലാലിന്റെ അന്തരാളങ്ങളിൽ ദിവ്യപ്രകാശം ജ്വലിക്കുന്നു. നേരെ റസൂലിന്റെ അടുത്ത് ചെന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച വിവരം അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല. ബനൂ ജുമഹ് ഗോത്രത്തിലെ കുടില പ്രാമാണിമാർ എന്തിനും തയ്യാറായിരിപ്പുണ്ട്. തന്റെ ഒരു അടിമ ഇസ്ലാം സ്വീകരിച്ചെന്ന വാർത്ത ഉമയ്യയുടെ മുഖത്തേറ്റ മാരകപ്രഹരമായിരുന്നു. അപമാനഭാരത്താൽ അയാളുടെ മുഖം കുനിഞ്ഞു. എത്യോപ്യക്കാരൻ അടിമ, അവൻ മുഹമ്മദിനെ പിൻപറ്റുന്നു. ഇന്നതെ സൂര്യാസ്തമനം ഇവന്റെ ഇസ്ലാമാശ്ലേഷണത്തിലാവുമല്ലോ. ഉമയ്യ മുറുമുറുത്തു. എന്നാൽ ബിലാലിന്റെ ഇസ്ലാം സ്വീകരണം മാത്രമായിരുന്നില്ല, ഖുറൈശികളുടെ സകല വിഗ്രഹനിഗ്രഹണങ്ങൾക്കും തുടക്കമിട്ടിട്ടാണ് അന്നത്തെ സൂര്യൻ പടിഞ്ഞാറസ്തമിച്ചത്. പലതരം പീഡനപർവങ്ങളാണ് ബിലാൽ അനുഭവിച്ചത്. പുതിയ വിശ്വാസം കൈവെടിയാൻ മണൽപ്പരപ്പിൽ നഗ്നനായി കിടത്തി. പക്ഷേ വിശ്വാസം വെടിയാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. നട്ടുച്ച വെയിലത്ത് മരുഭൂമി ചുട്ടുപഴുത്ത് നരകമാവുന്ന സമയം ആളുന്ന മണൽപ്പരപ്പിലേക്ക് അവർ ബിലാലിനെ വലിച്ചെറിയും. അപ്പോൾ കഠിനമായ വെയിലത്ത് ചൂടുപിടിച്ച ഭാരമേറിയ കൂറ്റൻ പാറക്കല്ല് ഒരു കൂട്ടം ആളുകൾ വലിച്ചുകൊണ്ടുവരും. ആ വലിയ പാറക്കല്ല് അദ്ദേഹത്തിന്റെ നെഞ്ചിലും ശരീരമാസകലം വയ്ക്കും. അതിക്രൂരമായ ഈ ശിക്ഷ നിർബാധം തുടർന്നു.
തങ്ങളുടെ ഒരു ദൈവത്തിന്റെ പേരെങ്കിലും ഉരുവിട്ടാൽ വെറുതെ വിടാമെന്നായി പ്രമാണിവർഗം. പക്ഷേ തങ്ങളുടെ അടിമയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അമ്പെ പരാജയപ്പെടാനായിരുന്നു അവരുടെ വിധി. ഒരൊറ്റ ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു. ഈമാൻ നഷ്ടപ്പെടാതെ തന്നെ തന്റെ ജീവിതം ബിലാലിന് തിരിച്ചുപിടിക്കാമായിരുന്നു. എന്നാലതും അദ്ദേഹം നിരാകരിക്കുകയാണുണ്ടായത്. അഹദ് അഹദ് എന്ന വാക്കുകൾ മാത്രമേ അദ്ദേഹം ഉരുവിട്ടിരുന്നുള്ളൂ. ലാത്തയെയും ഉസ്സയെയും വിളിക്ക് എന്നലറിക്കൊണ്ട് തന്റെ ജീവനെടുക്കാൻ വരുന്ന ശത്രുക്കളുടെ മുഖത്തുനോക്കി ബിലാൽ പറഞ്ഞത് അഹദ് അഹദ് എന്നായിരുന്നു. എന്റെ നാവ് അത് പറയാൻ വഴങ്ങുന്നില്ല എന്നാണ് അവരോട് അദ്ദേഹം പ്രതികരിച്ചത്. കഴുത്തിൽ കയർകെട്ടി മക്കയിലെ തെരുവു പിള്ളേരോട് ഇവനെയും കൊണ്ട് മക്കയിലെ തെരുവുകളിലൂടെയും മലകളിലൂടെയും വലിച്ചിഴക്കാനാശപ്പെട്ടു. അപ്പോഴും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അഹദ് അഹദ് എന്ന വിശുദ്ധമന്ത്രം മാത്രമാണ് വന്നത്. രാത്രിയായാൽ അവരിങ്ങനെ പറഞ്ഞുപോയി, ഞങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നല്ലതു പറ, എന്റെ ദൈവം ലാത്തയും ഉസയുമാണെന്ന് പറ, ഞങ്ങൾ നിന്റെ പാട്ടിന് വിട്ടേക്കാം, നിന്നെ ശിക്ഷിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു, ഇതിപ്പോ ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടതുപോലെയായല്ലോ. തലകുലുക്കി ബിലാൽ അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉമയ്യത്തിന് ദേഷ്യവും സങ്കടവും ഒന്നിച്ചുവന്നു. പൊട്ടിത്തെറിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എടാ വൃത്തികെട്ടവനെ, ഏത് മാരണമാണ് നിന്നെ പിടികൂടിയത്? ആർജവത്തോടെ അതിനോടും അഹദ് അഹദ് എന്ന വാക്യമേ ബിലാലിന് പറയാനുണ്ടായിരുന്നുള്ളൂ. പകലിരവുകൾ പലതും കടന്നുപോയി. കരിഞ്ഞ മണലിലേക്ക് ബിലാൽ പലതവണ എറിയപ്പെട്ടു. എന്നിരുന്നാലും അങ്ങേയറ്റത്തെ ഷമാലുവായി ധീരതയോടെ അവയെ അദ്ദേഹം നേരിട്ടു. ഈ വന്യമായ ശിക്ഷ ഒരിക്കൽ അബൂബക്കർ കാണാനിടയായി. അട്ടഹസിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, അല്ലാഹുവാണ് തന്റെ റബ്ബെന്ന് പ്രഖ്യാപിച്ചയാളെ നിങ്ങൾ കൊന്നുകളയുകയാണോ? ഉമയ്യത്തിനോട് കുപിതനായി അബൂബക്കർ പറഞ്ഞു, ഇവന്റെ വിലയേക്കാൾ ഇരട്ടി തരാം. ബിലാലിനെ സ്വതന്ത്രനാക്കണം. ബിലാലിനെ ശിക്ഷിച്ച് കൊന്നുകളയുന്നതിനേക്കാൾ നല്ലത് ഇരട്ടി വിലക്ക് വിൽക്കുന്നതാണെന്ന് ഉമയ്യത്തിനും തോന്നി. അങ്ങനെ അവർ അബൂബക്കറിന് ബിലാലിനെ വിറ്റയുടൻ അദ്ദേഹം ബിലാലിനെ സ്വതന്ത്രനാക്കി. ബിലാൽ ഇബ്നു റബാഹ് സ്വതന്ത്ര മനുഷ്യനായിരിക്കുന്നു. ബിലാലിനെയും കൊണ്ട് അബൂബക്കർ മോചനവാർത്ത അറിയിക്കാൻ റസൂലിന്റെ അടുത്തേക്ക് തിരിച്ചു. പ്രവാചക സന്നിധി അന്ന് ഉത്സവ സമാനമായിരുന്നു. മദീനയിലേക്ക് പ്രവാചകരും അനുയായികളും ഹിജ്റ ചെയ്ത് അവിടെ സ്ഥിരതാമസമാക്കി. ശരീഅത്ത് നിയമങ്ങൾ ഓരോന്നായി അവതരിക്കുന്നു. അങ്ങനെ ദീനിൽ നമസ്കാരവും ബാങ്കും നിയമമാക്കപ്പെട്ടു. എന്നാൽ ആരാണ് 5 നേരം ബാങ്ക് വിളിക്കുക? മറ്റാരുമല്ല, ബിലാൽ കഴിഞ്ഞ 13 വർഷക്കാലം നിരന്തര പീഡനങ്ങൾ അനുഭവിച്ചപ്പോൾ എന്നുരുവിട്ട അതേ ബിലാൽ തന്നെ. പ്രവാചകൻ അദ്ദേഹത്തെ ഇസ്ലാമിന്റെ പ്രഥമ മുഅദ്ദിനായി തെരഞ്ഞെടുത്തു. ബിലാലിന്റെ സ്വരമാധുരിയിൽ ഹൃദയങ്ങളും കാതുകളും ഈമാനികാവേശത്താൽ പുളകമണിഞ്ഞു. ഇസ്ലാമിലെ പ്രഥമ പോരാട്ടമായ ബദ്ർ നടക്കുന്ന സമയം. ഖുറൈശികൾ സർവായുധ വിഭൂഷിതരായി വന്ന യുദ്ധമായിരുന്നു ബദ്ർ. അവരിലെ എല്ലാ പ്രമുഖരും നേരിട്ട് ഇറങ്ങിയിരുന്നു. ബിലാലും ബദ്ർ രണാങ്കണത്തിലുണ്ടായിരുന്നു. ബിലാലിന്റെ മുൻ യജമാനൻ ഉബയ്യ് ബിൻ ഖലഫ് യുദ്ധത്തിനിറങ്ങാതെ മടിച്ചു നിൽക്കുകയായിരുന്നു. മാറി നിൽക്കുന്ന ഉബയ്യിനെ ചങ്ങാതി ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത് കയ്യോടെ പിടികൂടി. ഉടൻ ഉഖ്ബ സ്ത്രീകളുടെ ഒരടിവസ്ത്രവുമെടുത്ത് നേരെ ഉബയ്യിന്റെ അടുത്തേക്ക് ചെന്നു. അത് അയാളുടെ കൈകളിലേക്കിട്ടിട്ട് പറഞ്ഞു, ദാ ഇതും ധരിച്ച് ഇവിടിരുന്നോ, നീ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ? ദേഷ്യപ്പെട്ടുകൊണ്ട് ഉബയ്യ് അലറി, ഉഖ്ബ, നിനക്ക് നാശം. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഉബയ്യിന് യുദ്ധത്തിനിറങ്ങേണ്ടി വന്നു. ബിലാലടക്കമുള്ള നിരപരാധികളായ ഒരുപാട് വിശ്വാസികളെ മർദ്ദിക്കാൻ ഉബയ്യിനെ പ്രോത്സാഹിപ്പിച്ച ആളായിരുന്നു ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത്. ഇന്നും ബദർ യുദ്ധത്തിലെ ദ്വന്ദ്വയുദ്ധത്തിനിറങ്ങാൻ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും ഉഖ്ബ തന്നെ. ഉഖ്ബ ഇത്ര രൂക്ഷമായി തന്നെ അപമാനിച്ചില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിന് ഉബയ്യ് ഇറങ്ങുകയില്ലായിരുന്നു. അങ്ങനെ ഉഖ്ബയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉബയ്യിന് ദ്വന്ദ്വയുദ്ധത്തിനിറങ്ങേണ്ടി വന്നു. ആരുമായിട്ടാണ് ഉബയ്യ് യുദ്ധം ചെയ്യേണ്ടത്? ബിലാലുമായി. ശരീരത്തിൽ ഉബയ്യിന്റെ ചങ്ങലകൾ തീക്ഷ്ണമായി പതിച്ച ബിലാലുമായിട്ടാണ് യുദ്ധം. ബദ്ർ യുദ്ധം ആരംഭിച്ചു. വിശ്വാസികൾ അഹദ് അഹദ് എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് യുദ്ധം ചെയ്യുന്നത്. അത് കേട്ടതും ഉബയ്യിന്റെ ഹൃദയം പിടഞ്ഞു. കണ്ണിൽ ഇരുട്ടുകയറാൻ തുടങ്ങി. ഇതേ വാക്യം, ഇന്നലെ വരെ തന്റെ അടിമ ഭയവിഹ്വലതയോടെ വിളിച്ച വാക്യം, ഇന്നിതാ ഒരു പുതിയ ജനതയുടെ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു. യുദ്ധം അവസാനിക്കാറായി. ഉബൈ പ്രാണരക്ഷാർത്ഥം ഓടിച്ചെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുത്ത് ചെന്ന് കീഴടങ്ങി അദ്ദേഹത്തിന്റെ ബന്ദിയായതായി സമ്മതിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അയാളുടെ ആവശ്യം സമ്മതിച്ചു. അദ്ദേഹം ഉബയ്യിനെ ബന്ദികളെ പാർപ്പിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോവാനൊരുങ്ങി. അങ്ങോട്ടു പോകവെ ബിലാൽ ഇത് കാണാനിടയായി. നിഷേധികളുടെ നേതാവ് ഉമയ്യത്ത് ബിൻ ഖലഫ് അയാളെ വിടില്ല, ഞാൻ ഉയർത്തിപ്പിടിച്ച വാളുമായി ഉബയ്യിന്റെ തല കൊയ്യാൻ പാഞ്ഞുവരുന്ന ബിലാലിനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തടഞ്ഞു. ബിലാലെ, ഇയാളെന്റെ ബന്ദിയാണ്.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെയും ഉബയ്യിനെയും ഒന്നിച്ചു നേരിടാൻ കഴിയില്ലെന്ന് കണ്ട ബിലാൽ അത്യുച്ചത്തിൽ വിശ്വാസികളെ വിളിച്ചുകൂട്ടി. ബിലാലിന്റെ ശബ്ദം കേട്ടതും മരണമിറ്റു വീഴുന്ന വാൽത്തലപ്പുകളുമായി വിശ്വാസികളുടെ ഒരു പട കുതിച്ചെത്തി. അവർ ഉബയ്യിനെയും അയാളുടെ മകനെയും വളഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കൊല്ലപ്പെട്ട ഉബയ്യിന്റെ മൃതദേഹത്തിലേക്ക് കുറച്ചുനേരം ബിലാൽ നോക്കിയിരുന്നു. എന്നിട്ട് അഹദ് അഹദ് എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടിപ്പോയി. തന്റെ ശരീരത്തിലെ ഒരിഞ്ച് സ്ഥലം പോലും ഇനി ശിക്ഷിക്കാൻ ബാക്കിയില്ലാത്ത വിധം ആക്കിത്തീർത്ത ഉമയ്യത്തിനെ യുദ്ധമല്ലാത്ത മറ്റൊരു സാഹചര്യത്തിലാണ് കണ്ടുമുട്ടിയിരുന്നതെങ്കിൽ ഇതാവുമായിരുന്നില്ല സ്ഥിതി. ഉറപ്പായും അയാൾ തന്നെ വെറുതെ വിടണമെന്ന് അഭ്യർത്ഥിച്ചേനെ. എന്നാൽ അവർ കാണുന്നത് യുദ്ധത്തിന്റെ ഇടയിൽ വെച്ചാണ് മരണം വട്ടമിട്ടു പറക്കുന്ന, ആളുകൾ മരിച്ചു വീഴുന്ന, വാളുകളുടെ ശീൽക്കാര ശബ്ദം മാത്രം കേൾക്കുന്ന രണാങ്കണത്തിൽ വെച്ചായിരുന്നു അവരുടെ സമാഗമം. കാലം കടന്നുപോയി. പ്രവാചകൻ മക്ക കീഴടക്കി. ശാന്തഗംഭീരമായി 10,000-കണക്കിന് വരുന്ന മുസ്ലിംകൾക്കിടയിലൂടെ പ്രവാചകൻ മക്കയിലേക്ക് കടന്നുവരുന്നു. കഅബയിലേക്ക് തല ഉയർത്തി നോക്കി. ഈ പരിശുദ്ധ സ്ഥലത്താണ് കഴിഞ്ഞ വർഷം ഖുറൈശികൾ വിഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചത്. സത്യം വന്നിരിക്കുന്നു, മിഥ്യ തകർന്നു. ഇന്നു മുതൽ ഒരു ഉസ്സയും ലാത്തയുമില്ല. ആളുകൾ ഇനി ഒരു കല്ലിന്റെയും മുന്നിൽ തലകുനിക്കില്ല. സർവജ്ഞനും വലിയവനും ഏകനുമായ അല്ലാഹുവിനെയല്ലാതെ വേറാരെയും ജനം ആരാധിക്കില്ല. റസൂൽ കഅബയിലേക്ക് പ്രവേശിച്ചു. കൂടെ ബിലാലുമുണ്ട്. അവിടെ അമ്പുകൾ കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തുന്ന ഇബ്രാഹിം നബിയുടെ വിഗ്രഹം കൊത്തിവെച്ചത് പ്രവാചകൻ കാണാനിടയായി. കോപിഷ്ഠനായി പ്രവാചകൻ പറഞ്ഞു, അവർക്ക് നാശം. നമ്മുടെ വന്യപിതാവ് അമ്പുകൾ കൊണ്ട് ഭാഗ്യം നോക്കുന്നയാളായിരുന്നില്ല. ഇബ്രാഹിം യഹൂദനോ നസ്രാണിയോ ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹം ശുദ്ധമനസ്ഥിതിക്കാരനും അല്ലാഹുവിന് കീഴ്പ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ബഹുദൈവാരാധകനായിരുന്നില്ല. കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പ്രവാചകൻ ബിലാലിനോട് ആവശ്യപ്പെട്ടു. മക്കയിൽ ബിലാലിന്റെ ബാങ്കുലി മുഴങ്ങി. എത്ര ചേതോഹരമായ കാഴ്ച! മക്കയിലെ ജനജീവിതം സ്തബ്ധമായ നിമിഷം. വിശ്വാസികളുടെ പാരസ്പര്യം നിശബ്ദമായ കുളിർക്കാറ്റ് കണക്കെ അവിടെയാകെ തളംകെട്ടി. വീടകങ്ങളിലിരുന്ന ബഹുദൈവാരാധകർക്ക് കാര്യങ്ങളോരോന്നായി ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. ഈ മുഹമ്മദിനെയും ഇവന്റെ കൂട്ടാളികളെയും തന്നെയല്ലേ ഇന്നലെ നമ്മൾ ഇവിടെ നിന്നും പുറത്താക്കിയത്? ഇവന്റെ കൂടെയാണോ 10,000-കണക്കിന് വിശ്വാസികൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്? ഈ മുഹമ്മദ് തന്നെയാണോ നമ്മളെ നോക്കിപ്പോയിക്കോളൂ, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞത്? ബിലാൽ ദേശത്തോടെ ഖുറൈശികളുടെ വിഗ്രഹങ്ങൾ തന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തകർക്കുന്നത് കഅബയുടെ മുറ്റത്തിരുന്ന് പ്രമാണിമാരായിരുന്ന അബൂസുഫിയാനും അത്താബ് ബിൻ ഉസൈദും ഹാരിസ് ബിൻ ഹിഷാമും നോക്കിനിന്നു. ബിലാൽ വിഗ്രഹം തകർക്കുമ്പോൾ ആ വിഗ്രഹധൂളികൾക്കിടയിലൂടെ അദ്ദേഹത്തിന്റെ ബാങ്കൊലി പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. അത് മക്കയുടെ ചക്രവാളങ്ങളിലൂടെ പുതുവസന്തം കണക്കെ പരിലസിച്ചു. ഇസ്ലാം സ്വീകരിക്കാനുള്ള ചായ്വ് മൂവരും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ കഅബയിൽ നിന്നും തിരികെ വന്നപ്പോൾ 3 പേരെയും വഴിയിൽ കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദിവ്യപ്രകാശം സ്ഫുരിക്കുന്നുണ്ടായിരുന്നു. വൻവിജയം നേടിയ സന്തോഷത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പരസ്പരം പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. കുറച്ചുനേരം അവരുമായി സംസാരിച്ചു. അപ്പോഴേക്കും ഹാരിസും അത്താബും ഇസ്ലാം സ്വീകരിച്ചു. അവർ രണ്ടുപേരും ബിലാലിനെ ഹൃദ്യമായി സ്വീകരിച്ചു. മക്കയിലേക്ക് കടന്നുവന്നപ്പോൾ പ്രവാചകൻ നടത്തിയ പ്രഭാഷണം അവരിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. ഹേ ഖുറൈശികളെ, ജാഹിലിയത്തിന്റെ എല്ലാ അപ്രമാദിത്വങ്ങളും അല്ലാഹു ഇല്ലാതാക്കിയിരിക്കുന്നു. ജനങ്ങളെല്ലാം ആദമിൽ നിന്നാകുന്നു. ആദമാവട്ടെ മണ്ണിൽ നിന്നും നബിയുടെ കൂടെയാണ് ബിലാൽ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തോടൊപ്പം കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും ബിലാൽ മനസ്സിലാക്കി. ബാങ്ക് വിളിച്ചും ദീനിന്റെ അടയാളങ്ങൾക്ക് അദ്ദേഹം പുതുജീവൻ നൽകി. പ്രിയ റസൂൽ വഫാത്തായി. ഖലീഫയായി അബൂബക്കർ സ്ഥാനമേറ്റു. ഒരിക്കൽ ഖലീഫയുടെ അടുക്കൽ ചെന്ന് ബിലാൽ ഒരാവശ്യമുന്നയിച്ചു. അല്ലയോ തിരുദൂതരുടെ ഖലീഫ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ ജിഹാദാണ് ഏറ്റവും പുണ്യപ്രവൃത്തി എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അബൂബക്കർ, താങ്കൾ എന്താണുദ്ദേശിക്കുന്നത്? ബിലാൽ: ബിലാൽ, മരണം വരെയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിലയുറപ്പിക്കാനാണ് എനിക്കാഗ്രഹം. അബൂബക്കർ: അപ്പോൾ ആരാണ് ബാങ്ക് വിളിക്കുക? ബിലാലിന്റെ കണ്ണുകൾ സജലങ്ങളായി. റസൂലില്ലല്ലോ, ഞാനിനി ആർക്കുവേണ്ടിയും ബാങ്ക് വിളിക്കില്ല. അബൂബക്കർ: താങ്കളിവിടെ നിൽക്കണം. ബിലാൽ, ഞങ്ങൾക്കു വേണ്ടി താങ്കൾ ബാങ്ക് വിളിക്കണം. ബിലാൽ: താങ്കൾക്കു വേണ്ടിയാണ് എന്നെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ താങ്കൾക്കതാവാം. ഇനി അല്ലാഹുവിനു വേണ്ടിയാണ് എന്നെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ താങ്കൾ എന്നെ പോവാൻ അനുവദിക്കണം. അബൂബക്കർ: അല്ലാഹുവിനു വേണ്ടി താങ്കളെ ഞാൻ വിട്ടയക്കുകയാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഭിപ്രായാന്തരമുണ്ട്. ചിലർ പറയുന്നത് അദ്ദേഹം ഷാമിലേക്ക് പോയെന്നും അവിടെ കഴിയുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്.
എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് അബൂബക്കറിന്റെ കാലത്ത് മദീനയിൽ കഴിഞ്ഞുവെന്നും ഖലീഫ ഉമറിന്റെ കാലത്താണ് ഷാമിലേക്ക് യാത്ര പോയതെന്നുമാണ്. ഏതായാലും പിൽക്കാലത്ത് ബിലാൽ തന്റെ ശിഷ്ടജീവിതം പ്രവാചകനെ കാണണമെന്ന ഉൽക്കടലമായ മോഹത്തോടെ റസൂലിനിഷ്ടപ്പെട്ട ആരാധനകളും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടി. പഴയതുപോലെ ബിലാൽ ബാങ്ക് ഉച്ചത്തിലല്ല വിളിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അത് പറയുമ്പോൾ ബിലാലിന് പ്രവാചകനോടൊത്തുള്ള ഓർമ്മകൾ തിരയടിച്ചുവരും. കണ്ണുനീരിനാൽ വാക്കുകൾ ഗദ്ഗദങ്ങളാവും. അന്നായിരുന്നു ബിലാൽ അവസാനമായി ബാങ്ക് വിളിച്ചത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഷാം സന്ദർശിക്കാൻ വന്ന സമയം. മദീനയിലെ വിശ്വാസികൾ ഷാമിൽ നിന്ന് വരുമ്പോൾ ബിലാലിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഖലീഫയോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു നമസ്കാരത്തിനെങ്കിലും ബിലാലിന്റെ ബാങ്ക് കേൾക്കാൻ. ഖലീഫ ഉമറിന്റെ ആവശ്യപ്രകാരം ബിലാൽ വന്നു. നമസ്കാരത്തിന്റെ സമയമായിരിക്കുന്നു. എല്ലാവരും ബിലാലിന്റെ ബാങ്കൊലിക്കായി കാത്തുനിൽപ്പാണ്. അങ്ങനെ ബിലാൽ ബാങ്ക് വിളിച്ചു. പ്രിയപ്പെട്ട പ്രവാചകരെയും അവിടുന്നിന്റെ ചാരത്ത് ബാങ്ക് വിളിക്കുന്ന ബിലാലിനെയും സ്വഹാബത്തിന് ഓർമ്മ വന്നു. സ്വഹാബികൾ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു. അവരാരും ഇതുപോലെ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവുമധികം തേങ്ങിക്കരഞ്ഞത് ഖലീഫ ഉമറായിരുന്നു. അങ്ങനെ ഷാമിൽ വെച്ച് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ കർമ്മനിരതനായിരിക്കെ വഫാത്തായി. ആദർശമാർഗ്ഗത്തിലെ ധീരരിൽ ധീരനായ ബിലാൽ ഇബ്നു റബാഹ് എന്നവരുടെ സ്മരണയാൽ ഡമസ്കസിലെ മണൽത്തരികൾ രോമാഞ്ചം കൊള്ളുന്നുണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.